ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നെവിൻ ബിഗ് ബോസിൽ നിന്ന് പുറത്ത് പോയേക്കാണ്. സ്വയമേ എവിക്റ്റ് ചെയ്ത് പോയേക്കാണ്, ഓടിപ്പോയേക്കാണ്. കാരണം ബിഗ് ബോസ് നെവിനോട് ചോദിച്ച് എന്താ പ്രശ്നം. അപ്പം നെവിൻ പറഞ്ഞു അനുവിൻ്റെ കാര്യമാണ് പറയുന്നത്. അനു എന്നെ ഇൻസൾട്ട് ചെയ്ത് ചുമ്മാ ഡ്രാമ കളിക്കുകയാണ്. അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് അതും ഈ പോകുന്ന കാര്യം തമ്മിൽ എന്താണുള്ളത്. അപ്പോൾ നെവിൻ പറഞ്ഞു ഒന്നെങ്കിൽ അനുവിനെ എവിക്റ്റ് ആക്കണം, അല്ലെങ്കിൽ നോമിനേഷൻ എല്ലാ വീക്കിലും ഇടണം, അല്ലെങ്കിൽ ഞാൻ പോകുന്നു. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതിനകത്ത് ഈ ബാക്കി തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ടോ. ഇപ്പം നിവിൻ പറഞ്ഞു ഞാൻ പോകാൻ റെഡിയാണ്. അപ്പം ഒരു സെക്കൻഡ് പോലും നിന്നില്ല. നമ്മുടെ ബിഗ് ബോസ് ഡോർ ഓപ്പൺ ചെയ്തു. അനുമോൾ അവിടെ അനുമോൾ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും കൂടി കൺവിൻസ് ചെയ്യുക, പോകണ്ട നിനക്കൊരു ലൈഫേ ഉള്ളൂ, അങ്ങനെയൊക്കെ കുറേ പറയുന്നുണ്ട്. പക്ഷെ അപ്പോൾ നമ്മുടെ ആദിലെ നൂറേം പറയുന്നുണ്ട് നീ നട്ടലുള്ളവനാണെങ്കിൽ നീ ഇറങ്ങിപ്പോ, നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറങ്ങിപ്പോന്ന് ആദിലെ നൂറെ നന്നായിട്ട് പ്രൊവോക്ക് ചെയ്ത്. അവരുടെ സൗണ്ട് നെവിൻ നന്നായിട്ട് കേട്ടു. പുള്ളിക്കാരൻ അഭിമാന പ്രശ്നമല്ലേ, അപ്പൊ പ്രൊവോക്ക് ചെയ്തും കൂടി ചെയ്തപ്പോഴത്തേക്കും പുള്ളിക്കാരൻ പോയേ പറ്റുള്ളൂ നെവിൻ. അപ്പൊ അങ്ങനെ ഓടിപ്പോയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ തലയെ കൈ വെക്കുന്നുണ്ട്. അയ്യോ, അനുമോൾ അവിടെ നിന്ന് പാർത്തിരുന്ന് നോക്കുന്നുണ്ട്. പുള്ളിക്കാരി അങ്ങനെ ഓർത്തില്ല പോകുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. പക്ഷെ ആദിലെ നൂറേം പറഞ്ഞു അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പോകുന്നത് തന്നെ ചെയ്യണം. എല്ലാവരും ഇവിടെ ഗെയിം കളിക്കാനാണ്, ഒരാൾ മാത്രമേ ഭിന്നാകത്തുള്ളൂ. നമ്മുടെ ആദിലെ നൂറേം പറഞ്ഞു. നെവിൻ ചുമ്മാ പുള്ളിക്കാരൻ എന്തോ ഷോ ഓഫ് കളിച്ച് പോയതാണ്, അല്ലാതെ വെറുതെ അനുവിന്റെ കാര്യം പറഞ്ഞു വെളിയിൽ പോകേണ്ട ഒരാവശ്യവും ഇല്ലായിരുന്നു.